രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് കൊച്ചിയിൽ സെന്റ് തെരേസാസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ രാഷ്ട്രപതി പങ്കെടുക്കും. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിവരെ കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിപിൻ സി വിജയൻ കൂടുതൽ വിവരങ്ങളുമായി അപ്ഡേറ്റ് ചെയ്യാൻ നമുക്കൊപ്പം ചേരുന്നു. വിപിൻ, ഗുഡ് മോർണിംഗ് അഗെയിൻ. പറയൂ വിപിൻ, യഥാർത്ഥത്തിൽ എന്തൊക്കെ പരിപാടികളാണ് രാഷ്ട്രപതിക്കുള്ളത്? കനത്ത പോലീസ് ബന്ദോബസ്തിലാണ് കൊച്ചി മെട്രോ നഗരം എന്നുകൂടി നമ്മൾ തിരിച്ചറിയുന്നു. അതെ SKN, ഗുഡ് മോർണിംഗ്. 1000-ഓളം പോലീസുകാരാണ് രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇന്ന് നഗരത്തിൽ മാത്രം വിന്യസിപ്പിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ കർശന നിയന്ത്രണവുമുണ്ട്. ഇപ്പോൾ ഉള്ളത് കുമരകത്താണ് രാഷ്ട്രപതി ഉള്ളത്. ഏകദേശം ഒരു 10:30 കൂടി അവിടെ നിന്നും നാവികസേന ആസ്ഥാനത്തേക്ക് ഹെലികോപ്റ്ററിൽ ദ്രൗപദി മുർമു എത്തും. അതിനുശേഷം അവിടെ നിന്ന് റോഡ് മാർഗമാണ് സെന്റ് തെരേസയിലേക്ക് എത്തുക. സെന്റ് തെരേസാസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതിൽ പങ്കെടുക്കുക. അതിന്റെ ഉദ്ഘാടനം രാഷ്ട്രപതി നിർവഹിക്കും. ഒപ്പം തന്നെ സുരേഷ് ഗോപി, ഗവർണർ, പ്രധാനപ്പെട്ട മന്ത്രിമാർ, VN വാസവൻ, P രാജീവ് ഉൾപ്പെടെയുള്ള മന്ത്രിമാരും ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത്, അതായത് 12 മണിക്കാണ് ഈ ചടങ്ങ്. 12 മണി മുതൽ 1:30 വരെയാണ് ഈ ചടങ്ങ്. അതിനുശേഷം ഇന്ന് 3 ദിവസത്തെ പര്യടനത്തിന് ശേഷം, 3 ദിവസത്തെ കേരള സന്ദർശനത്തിന് ശേഷം രാഷ്ട്രപതി ഏകദേശം 2 മണിയോടുകൂടി ഡൽഹിയിലേക്ക് വിമാനമാർഗം തിരിച്ചു പോകും. നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് തിരിച്ചു പോകുന്നത്. അതുവരെയും റോഡ് മാർഗമായിരിക്കും സഞ്ചരിക്കുകയും ചെയ്യുക. ഈ സമയത്ത് ആ ഒരു റോഡുകൾ, പ്രധാനമായിട്ടുമുള്ള ഒരു വാഹന നിയന്ത്രണം തന്നെയാണ് കൊച്ചിക്കാർ ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഈ നാവികസേന ആസ്ഥാനത്തേക്കുള്ള റോഡ്, നെടുമ്പാശ്ശേരിയിലേക്കുള്ള റോഡൊക്കെ 10 മണി മുതൽ തന്നെ കർശനമായിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ അല്പസ്വല്പം അത് വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. അതൊക്കെ തന്നെ പ്രത്യേകമായി തന്നെ പ്രേക്ഷകർ ശ്രദ്ധിക്കണം. ആ ഭാഗങ്ങളിൽ വാഹനം പാർക്ക് ചെയ്യുന്നതിന്, ഒപ്പം തന്നെ ഡ്രോൺ പറത്തുന്നതിനൊക്കെ തന്നെ നിരോധിച്ചിട്ടുണ്ട്. അതുകൂടി പ്രത്യേകമായി എടുത്ത് സൂചിപ്പിക്കുന്നു. 2 മണിവരെ അപ്പോൾ ഇന്ന് കർശന നിയന്ത്രണത്തിലാണ് കൊച്ചി. രാഷ്ട്രപതിയെ വരവേൽക്കുന്നതിന് വേണ്ടി കൊച്ചി എല്ലാ അർത്ഥത്തിലും ഒരുങ്ങിക്കഴിഞ്ഞു. ഒപ്പം തന്നെ സെന്റ് തെരേസാസ് കോളേജും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.